ഹായ് ഫ്രണ്ട്സ്, ക്രോഷേ പഠിക്കാവുന്നതിൻ്റെ 4ാമത്തെ ലെസണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4ാമത്തെ ലെസണിൽ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് ഒരു സ്ലിപ്പ് നോട്ട് ചെയ്യാമെന്നാണ്. സ്ലിപ്പ് നോട്ട് ചെയ്യാനായിട്ട് പല മെത്തേഡ്സ് ഉണ്ട്. 3 മെത്തേഡ് ഞാൻ കാണിക്കുന്നുണ്ട്. കാരണം ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും സ്യൂട്ടബിൾ ആവുന്നത്. അതുകൊണ്ട് 3 മെത്തേഡ് ഞാൻ കാണിക്കുന്നുണ്ട്. 3 മെത്തേഡിൽ ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മുടെ യാൺ എടുക്കുക. എന്നിട്ട് യാണിൻ്റെ ടെയിൽ എൻഡ് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വർക്കിംഗ് ടെയിലിൻ്റെ ബാക്കിലേക്ക് മാറ്റുക. എന്നിട്ട് ടെയിൽ എൻഡ് ഇതേപോലെ എടുക്കുക. എന്നിട്ട് നമ്മുടെ ക്രോഷേ ഹുക്ക് എടുക്കുക. ക്രോഷേ ഹുക്ക് എടുത്തിട്ട് ആ നടുക്കിരിക്കുന്ന യാണിൻ്റെ ഉള്ളിലേക്ക് ക്രോഷേ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് താഴെയുള്ള 2 യാണിലേക്ക് വലിക്കുക. അപ്പോൾ നമുക്കൊരു നോട്ട് കിട്ടും. ഇതാണ് നമ്മുടെ സ്ലിപ്പ് നോട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം നമ്മുടെ സ്ലിപ്പ് നോട്ട് ഭയങ്കര ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അതിനെ ടൈറ്റ് ആക്കാൻ വേണ്ടി നമ്മുടെ ആ ടെയിലായിട്ടുള്ള യാണിൽ പിടിച്ചിട്ട് വലിക്കുക. അതുപോലെ ഇത് നമുക്ക് ലൂസാക്കണം, ഭയങ്കര ടൈറ്റായി പോയി ലൂസാക്കണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ആ യാണിൽ പിടിച്ചിട്ട് വലിക്കുക. അപ്പോൾ ഈ 2 യാണിൽ നിങ്ങൾ പിടിച്ചിട്ട് വലിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ഇതാണ് സ്ലിപ്പ് നോട്ട് എന്ന് പറയുന്നത്. സ്ലിപ്പ് നോട്ട് ഒരിക്കലും ടൈറ്റ് ആവാനോ ലൂസ് ആവാനോ പാടില്ല. അഡ്ജസ്റ്റബിൾ ആയിരിക്കണം. നമ്മുടെ ഹുക്കിൽ സ്ലിപ്പ് നോട്ട് എപ്പോഴും അഡ്ജസ്റ്റബിൾ ആയിരിക്കണം. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് പഠിക്കാം. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് കൈ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ യാണിൻ്റെ എൻഡ്, അതായത് ഈ എൻഡ് നമ്മൾ ഈ 2 വിരലിലേക്ക് ഇങ്ങനെ കൊടുത്തിട്ട് ഒന്ന് ക്രോസ് ആക്കി ചുറ്റും. ഇങ്ങനെ ക്രോസ് ആക്കിയിട്ട് എന്നിട്ട് ഈ വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കും. ഒന്നുകൂടെ ചെയ്യാം. അതായത് അതിൻ്റെ എൻഡ് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ 2 വിരലിലേക്ക് ചുറ്റുക. അപ്പോൾ ഇങ്ങനെ ക്രോസ് ആയിട്ട് വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം നമ്മൾ അങ്ങനെ ക്രോസ് ആക്കി വെച്ച ആ ടെയില് മറ്റേ ആ താഴെ ഇരിക്കുന്ന യാണിൻ്റെ താഴെ കൂടി, അതായത് താഴേക്കൂടി ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നമുക്ക് താഴെയുള്ള 2 യാണും കൂടി വലിക്കുക. അപ്പോൾ ഒരു സ്ലിപ്പ് നോട്ട് കിട്ടും. നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കേണ്ട, വീഡിയോയിൽ നോക്കിയിട്ട് ചെയ്തോ, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്നിട്ട് നമുക്ക് ലൂസാക്കാനും ടൈറ്റ് ആക്കാനും ഒക്കെ ഇതുപോലെ ലൂസാക്കാനും ടൈറ്റ് ആക്കാനും ഒക്കെ പറ്റും. ഇതാണ് 2ാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനിയും നമുക്ക് 3ാമത്തെ മെത്തേഡ് നോക്കാം. 3ാമത്തെ മെത്തേഡിൽ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഇങ്ങനെ വെച്ചിട്ട് യാൺ എടുക്കുക. എന്നിട്ടൊന്ന് ഇങ്ങനെ റൗണ്ട് ആക്കുക. അപ്പോൾ നമുക്കൊരു ലൂപ്പ് പോലെ കിട്ടും. ആ ലൂപ്പ് എന്നിട്ട് എടുത്തിട്ട് ആ വർക്കിംഗ് ടെയിലിൻ്റെ അതിലേക്ക് വെക്കുക. അപ്പോൾ ഒരു യാൺ നടുക്ക് വരും. എന്നിട്ട് ക്രോഷേ ഹുക്ക് എടുത്തിട്ട് ആ ഹുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് താഴെ ഇരിക്കുന്ന 2 യാണിൽ പിടിച്ചിട്ട് വലിക്കുക. അപ്പോൾ നമുക്കൊരു സ്ലിപ്പ് നോട്ട് കിട്ടും. ഇപ്പോൾ നമുക്ക് ലൂസായിട്ടുള്ള സ്ലിപ്പ് നോട്ട് കിട്ടിയേ. അപ്പോൾ വർക്കിംഗ് ടെയിൽ വെച്ചിട്ട് വലിക്കുമ്പോഴത്തേനും അത് നമുക്ക് ടൈറ്റ് ആക്കാനും പറ്റും. ഇനി നമുക്കിത് തന്നെ ഈ സെയിം മെത്തേഡ് തന്നെ കൈ വെച്ചിട്ട് ചെയ്യാം. അതായത് ഇങ്ങനെ റൗണ്ട് ആക്കുക. എന്നിട്ട് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ആ ലൂപ്പ് പിടിച്ച് താഴേക്ക് വയ്ക്കുക. താഴേക്ക് വെച്ചിട്ട് ആ നടുക്കുള്ളത് കൈ വെച്ചിട്ട് എടുക്കുക. എന്നിട്ട് താഴെ പിടിച്ചിട്ട് വലിക്കുക. ഇതാണ് നമ്മുടെ സ്ലിപ്പ് നോട്ട് എന്ന് പറയുന്നത്. അപ്പം ഈ 3 മെത്തേഡിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ചെയ്ത് നോക്കിയിട്ട് ഈസി ആയിട്ടുള്ള മെത്തേഡ് എടുക്കുക. നമ്മുടെ സ്ലിപ്പ് നോട്ട് എന്ന് പറയുന്നത് ടൈറ്റ് ആവാൻ പാടില്ല. അതുപോലെ ഈസി ആയിട്ട് അഡ്ജസ്റ്റബിൾ ആയിരിക്കണം ഹുക്കിൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ചൂസ്. ഇത്രയേ ഉള്ളൂ. എല്ലാവരും ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കുക. ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് പറയാം കേട്ടോ.